വസ്ത്രങ്ങൾ കണ്ടുപിടിച്ചപ്പോഴാണ് നമ്മൾ നഗ്നരാണെന്നറിഞ്ഞത് മുതൽ ബൈബിളിൽ പറയും. കിളി പോയവനാണെങ്കിലും നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ കേൾക്കാം, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. കേൾക്കാൻ റെഡിയാണ്? റീത്രെഡ്സ് മീൻസ് നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ അധികം കേടുകൂടാത്തത്. രണ്ടാമത് ഒന്നും കൂടി നമുക്കിടാൻ പറ്റുന്നതുമായ വസ്ത്രങ്ങൾ അല്ലേ? ഇവിടെ പറയാം, ഞാൻ പറയാം. വസ്ത്രങ്ങൾ കണ്ടുപിടിച്ചപ്പോഴാണ് നമ്മൾ നഗ്നരാണെന്നറിഞ്ഞത് മുതൽ ബൈബിളിൽ പറയും. ആദ്യം നമ്മൾ വസ്ത്രമില്ലാതെ വന്നവരാണ്. അപ്പോൾ നമ്മളൊരു ജീവിതത്തിലൊരു ഘട്ടത്തിൽ നഗ്നരാണെന്ന് മനസ്സിലാകുന്നു, നമ്മൾ വസ്ത്രം ധരിക്കാൻ തുടങ്ങുന്നു അല്ലേ? അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടങ്ങുന്നത്. ഇപ്പോൾ എല്ലാ രീതിയിലുള്ള വസ്ത്രങ്ങളും, പല ഫാഷൻ, പല ബ്രാൻഡ് വസ്ത്രങ്ങൾ നമ്മൾ അണിയുന്നു. ഈ വസ്ത്രങ്ങൾ നമ്മൾ അണിഞ്ഞതിന് ശേഷം ഇത് നമ്മൾക്ക് തന്നെ യൂസ് ചെയ്യാൻ, എനിക്ക് ഇനി ഇടണ്ട, അല്ലെങ്കിൽ ഇത് 1-2 തവണ ഇട്ടതാണ് എന്ന് തോന്നുന്ന വസ്ത്രങ്ങളെല്ലാം കളമശ്ശേരി രാജഗിരിയുമായി ബന്ധപ്പെട്ട് അവിടെ കളക്ട് ചെയ്യാനിരിക്കുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി നിങ്ങൾ കൊടുത്താൽ ആ വസ്ത്രങ്ങളെല്ലാം മാരിയേറ്റ് നല്ല രീതിയിൽ വാഷ് ചെയ്ത്, ഡ്രൈ വാഷ് അല്ലേ ചെയ്ത്, അത് മാസത്തിൽ 2nd സാറ്റർഡേ ശനിയാഴ്ചകളിൽ കലൂർ സ്റ്റേഡിയത്തിന് മുന്നിലുള്ള സ്റ്റേഷനിലാണ്, കലൂർ സ്റ്റേഡിയത്തിന് മുന്നിലുള്ള മെട്രോ സ്റ്റേഷനിൽ വിൽക്കുന്നു. അപ്പോൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് വളരെ വില കുറവിൽ നല്ല ബ്രാൻഡഡ് വസ്ത്രങ്ങളോ നല്ല രീതിയിലുള്ള സ്റ്റൈൽ, അതായത് ഇവിടുത്തെ പിള്ളേരാണല്ലോ, ഇവിടുത്തെ ആളുകളാണ്, ഏത് പ്രായത്തിലുള്ള ഡ്രസ്സ് വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം രാജഗിരിയിൽ. അത് മാരിയറ്റ് വഴി കലൂർ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ വിൽക്കപ്പെടുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾ കാശ് കൊടുത്തു വാങ്ങുന്ന ഈ വസ്ത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ എമൗണ്ട് ഓഫ് നിങ്ങൾ തന്ന കാശ് പിന്നീട് രാജഗിരി വഴി നമ്മുടെ സൊസൈറ്റിയിൽ ആവശ്യമുള്ള പണം ഉപയോഗിച്ച് ബേസിക് നീഡ് നടപ്പാക്കാൻ പറ്റാത്ത ചില കമ്മ്യൂണിറ്റീസ് ആ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ഈ ഫണ്ട് കൊടുക്കുന്നു. പരസ്പര സഹായം, നമ്മളെപ്പോലെ മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കുക, നമ്മൾക്ക് ട്രൈ ചെയ്യാം. ഇതെല്ലാം നമ്മുടെ മനസ്സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ കൂടി ഇങ്ങനത്തെ ചില ശീലങ്ങൾ ചിലപ്പോൾ നമുക്ക് കൂടുതൽ സുഖം നൽകുന്നതാണ് വേറെ എന്ത് നേടിയെടുക്കുന്നതിനേക്കാൾ. കാരണം മനസ്സ് മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക എല്ലാ യാത്രയിലും, വസ്ത്രങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുക. ഇത് അറിയാത്തവരെ അറിയിക്കോ? ചെയ്യോ? കേൾക്കുന്നില്ല. കിളി പോയവനാണെങ്കിലും നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ കേൾക്കാം, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണമെന്നല്ല, ജസ്റ്റ് നിങ്ങൾ ആ സമയത്ത് തിങ്ക് ചെയ്താലും മതി ആ കാര്യത്തെക്കുറിച്ച്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, നിങ്ങൾ തിങ്ക് ചെയ്ത് തുടങ്ങാൻ കൂടിയിട്ട് വേണ്ടിയാണ് പറയുന്നത്. തിങ്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് കിളി പോയതാണോ കിളി പോവാത്തതാണോ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. 2030 സുസ്ഥിര വികസനം കൈവരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഐക്യരാഷ്ട്ര സംഘടന 17 ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്നത്. അതിൽ 17ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫോർ ഗോൾസ് എന്നുള്ളതാണ്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് രാജഗിരി കോളേജിനെ സംബന്ധിച്ച്. കാരണം ലുലു മാരിയറ്റും കൊച്ചി മെട്രോ റെയിലും ചേർന്ന് രാജഗിരി കോളേജിന് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് സന്തോഷം തന്നെ നൽകുന്ന ഒരവസരമാണ്. ഈ അവസരത്തിൽ ആ സന്തോഷവും നന്ദിയും ഇവിടെ കൂടിയിരിക്കുന്ന ലുലു മാരിയറ്റിൻ്റെയും കൊച്ചി മെട്രോ റെയിലിൻ്റെയും എല്ലാവരെയും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് അറിയാം. ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് മുകളിൽ ചുറ്റും നിൽക്കുന്ന ഈ മാളിൽ വന്നിരിക്കുന്ന സന്ദർശകരോടാണ്. ഷൈൻ ടോം സർ,
വളരെ വിശദമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും 2 ലക്ഷ്യങ്ങൾ ഇന്നിവിടെ വെച്ച് നടത്തുമ്പോൾ കൈവരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇന്നത്തെ യുവതലമുറയിലേക്ക് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആശയം കൊടുക്കുക എന്നുള്ളത്. 2, നാളേക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന വിധം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യങ്ങളും പഠനങ്ങളും നടത്തുക എന്നുള്ളതുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ ചെറിയൊരു ഇനീഷ്യേറ്റീവായിട്ട് പലർക്കും തോന്നാം. പക്ഷേ ഈ ചെറിയ ഒരു ഇനീഷ്യേറ്റീവാണ് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. നാം എല്ലാവരും അറിഞ്ഞതും പഠിച്ചതും പോലെ ചെറിയ മാറ്റങ്ങളാണ് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. തീർച്ചയായിട്ടും ഈ കുട്ടികൾ, പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് പഠിക്കുന്ന കുട്ടികൾ, അവരുടെ തന്നെ ഇനിഷ്യേറ്റീവായിട്ട് എടുത്തിരിക്കുന്നതാണ് ഈ റീത്രെഡ്സ് എന്ന പ്രോഗ്രാം. കഴിഞ്ഞ 1 വർഷമായിട്ട് വിവിധ കോൺഫറൻസുകളിലും വിവിധ സ്ഥലങ്ങളിലും പോയി അവർ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വസ്ത്രങ്ങൾ വിൽക്കുന്നതോടൊപ്പം തന്നെ അവർ ഉപയോഗിക്കുന്നത് വഴി പുതിയ ഒരു തലമുറയ്ക്ക്, യുവതലമുറയ്ക്ക് അവർ മാതൃകയാണ്. ഇന്ന് ഈ മാതൃക ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. വയനാട് നടന്ന ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററാണോ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററാണോ എന്നുള്ള തർക്കം ഇന്ന് നടക്കുകയാണ്. എന്ത് ഡിസാസ്റ്റർ ആണെങ്കിലും ഏത് ഡിസാസ്റ്ററിന് ശേഷവും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നാം ഒരുമിച്ച് നിൽക്കണം, ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മെ സംരക്ഷിക്കുന്ന പ്രകൃതിയെ തുണയ്ക്കുന്നതിന് വേണ്ടി. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു തീരുമാനമെടുക്കാം. പ്രകൃതിയുടെ നാളെയുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ മാറ്റങ്ങളുടെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ കുട്ടികളുടെ ഈ ആശയം നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കുവാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുമായിട്ട് കഴിയട്ടെ. തീർച്ചയായിട്ടും ഈ സംരംഭത്തോട് ചേർന്ന് നിൽക്കുന്ന ലുലു മാരിറ്റിനോടും കൊച്ചി റെയിലിനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.